ഈ ഒരു ഹെൽത്തി കേക്ക് ഉണ്ടാക്കാൻ ഓവനോ ബീറ്ററോ മൈദയോ ഒന്നും വേണ്ട. റാഗി ചോക്ലേറ്റ് കേക്ക്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഒരു മുട്ട മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബീറ്റർ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വിസ്ക് വേണം. മിക്സിയിൽ അടിച്ചാൽ ചിലപ്പോൾ അത്ര നന്നായിട്ട് പതഞ്ഞു കിട്ടില്ല. ഒരു 5 മിനിറ്റ് അധികം പ്രഷർ ഒന്നും ഇല്ലാതെ തന്നെ വിസ്ക് ചെയ്തെടുത്താൽ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആവും. 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. വിസ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പൗഡേർഡ് ഷുഗർ എടുക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചസാര ബാച്ചസ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ തവണ പഞ്ചസാര ആഡ് ചെയ്തിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു ചോക്ലേറ്റി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് റാഗി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു കേക്കാണ്, അതുകൊണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ മുട്ടയുടെ ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ടിനേലും നല്ലത് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 തവണയായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യാതെ നോക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2.5-3 ടേബിൾ സ്പൂൺ പാലാണ്. പാലില്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് അതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് വാമായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും മോൾഡ് ആയാലും മതി. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസ് എല്ലാം റിലീസ് ആയിക്കോളും. ഇതുപോലെ ഒരു വലിയ പാത്രം എടുത്ത് അതിലൊരു റിങ് ഇറക്കി വെച്ച് അതിലാണ് നമ്മൾ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യുന്നത്. 20 മിനിറ്റിനുള്ളിൽ എനിക്കിത് പെർഫെക്റ്റ്ലി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്കിത് ഗനാഷ് ആയിട്ടോ സിറപ്പായിട്ടോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു മീഡിയം തിക്നെസ് ആണ്. ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആ കേക്കിലേക്ക് നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതിന് ടൂത്ത് പിക്കോ ഫോർക്കോ യൂസ് ചെയ്യാം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗനാഷ് ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്, പക്ഷെ ഇത് ചെയ്യുമ്പോഴാണ് ഒരു ചോക്ലേറ്റി ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോപ്ഡ് വാൽനട്ട്സ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ റാഗി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഹെൽത്തി ഓപ്ഷനാണ്. കുട്ടികൾക്കൊക്കെ സ്നാക്സിനും വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.